ഇതുപോലെ ഒരുപാട് വഴിയിൽ ഈശോ എന്നോട് സംസാരിച്ചിട്ടും എനിക്ക് ഓരോ സിമ്പിൾ കാണിച്ചിട്ടുണ്ട്. എൻ്റെ ലൈഫിൽ ഞാൻ സ്റ്റക്കായി നിൽക്കാൻ ആളനുവദിച്ചിട്ടില്ല. എനിക്ക് ഇന്ന വിഷമമുണ്ട്, എനിക്ക് ഇന്ന സ്ഥലത്ത് ഇവിടുന്ന് മാറണ ഈശോ എന്ന് പറഞ്ഞാൽ എന്നെ അവിടെ നിന്ന് മാറ്റും. അല്ലെങ്കിൽ എനിക്ക് പറ്റുന്നില്ല ഈശോ എന്തെങ്കിലും ഒരു ചേഞ്ച് എൻ്റെ ലൈഫിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി ഒരു GC യൂത്ത് പ്രോഗ്രാമിന് പെട്ടെന്ന് കോൾ വരുന്നതായിരിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഈശോ എന്നെ കീപ്പ് ഓൺ എന്നെ ബിസി ആക്കി വെക്കും. ഒരിക്കലും എന്നെ വിഷമിപ്പിക്കാനോ അങ്ങനെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും മുന്നോട്ട് പോകാനുള്ളൊരു ഭയങ്കര എനർജി തരും. ഇത് ആക്ച്വലി ഇങ്ങനെ ഒരു ഈശോനെ എനിക്ക് കിട്ടിയത്, അല്ലെങ്കിൽ എന്നെ എത്രയും മനസ്സിലാക്കുന്ന, ഇത്രയും സ്നേഹിക്കുന്ന വേറെ ഒരാളും എന്നെ ഇങ്ങനെ സ്നേഹിക്കാറൊന്നുമില്ല. സത്യം പറഞ്ഞാൽ എന്നെ അത്രയും, ഞാൻ എപ്പോഴും പറയുന്നതിന് ഭയങ്കര, ഞാൻ ആ കാര്യത്തിൽ ഭയങ്കരമായിട്ട് അഹങ്കരിക്കാറുള്ള ഒരാളാട്ടോ. ഈശോ എന്നെ ഭയങ്കര പ്രൈവറ്റായിട്ട് പേഴ്സണലി എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് ഞാൻ ഭയങ്കരമായിട്ട് ഓരോ ഇൻസിഡൻറ്റിലും, ഞാനിപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഈശോ എനിക്കൊന്ന് കുമ്പസാരിക്കണം എന്നുണ്ടല്ലോ, എന്താ ചെയ്യുക, എല്ലാ ഓപ്ഷനും തീർന്നിനി എന്ത് ചെയ്യും, അൺഎക്സ്പെക്റ്റഡ്ലി ആയിരിക്കും. ഞാൻ കുർബാനയ്ക്ക് വന്ന പള്ളിയിൽ എന്തായാലും കുമ്പസാരം ഉണ്ടാവും. ഞാൻ അവനെ ഓടി നടന്ന് കുർബാനാണത്. എൻ്റെ ഇടവക പള്ളിയിൽ നിന്ന് തന്നെയല്ല. അന്ന് എനിക്ക് രാവിലെ പോകാൻ പറ്റിയില്ലെങ്കിൽ എവിടെയാണോ തൃശ്ശൂർ ഓൾമോസ്റ്റുള്ള എല്ലാ പള്ളിയിലും കുർബാന സമയം എനിക്കറിയാം. അപ്പം ഞാൻ അവിടെ പോയി അന്ന് കുർബാനയ്ക്ക് കൂടിക്കഴിഞ്ഞാൽ അവിടെ കുമ്പസാരം ഉണ്ടായിരിക്കും.